ശരിക്കും സഞ്ജുവിന് തന്നെ ഒരു ആത്മസംഘർഷം ഉണ്ടായിരുന്നു എന്നുള്ളത് തെളിയിക്കുക. സഞ്ജു പറയുന്നുണ്ടല്ലോ, എനിക്ക് പല അഭിമുഖങ്ങളിൽ അവസാനങ്ങളിൽ പറയുന്നുണ്ട്, എനിക്ക് ഈ തരുന്ന പിന്തുണയ്ക്ക് നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്ന് സഞ്ജു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൽ തട്ടി പറയുന്നതാണ്. അത് ആ സംസാരത്തിൽ ആ വാക്കിൽ കണ്ണീരുണ്ടായിരുന്നു. അത് സന്തോഷം. അതായത് സഞ്ജു എന്ന് പറയുന്ന വ്യക്തിത്വത്തിനെ കൂടെ അടയാളപ്പെടുത്തുന്നതാണ്. ഇത്രയൊക്കെ വലിയ താരമായിട്ടും ഒരു പക്ഷേ ഇന്ന് ലോകത്ത് ഏറ്റവും, ഞാൻ കേരളത്തിലെ കാര്യമല്ല പറയുന്നത്, ഏറ്റവും കൂടുതൽ ആളുകൾ അറിയപ്പെടുന്ന മലയാളി ആരായിരിക്കും? സഞ്ജു സാംസൺ ആയിരിക്കും. ആ മലയാളി ഇപ്പോൾ ജയേഷിന് അറിയാലോ, ജയേഷിനോട് എങ്ങനെയാണ്, മാധ്യമപ്രവർത്തകർക്കൊക്കെ അറിയാം ഈ സഞ്ജു എങ്ങനെയാണ് ഓരോരുത്തരോടും ഇടപഴകുന്നത്. ഇന്നേ വരെ ഒരു മുഷിയുന്ന ഏതെങ്കിലും തരത്തിൽ ആംഗ്യം കൊണ്ടോ വാക്കുകൊണ്ടോ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. ഒരു വിവാദത്തിനും സഞ്ജുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. സഞ്ജുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷേ സഞ്ജു പറയാറുണ്ടല്ലോ, എൻ്റെ ഫോട്ടോ ഇല്ലാത്ത തിരുവനന്തപുരത്തുകാർ, സെൽഫി ഇല്ലാത്ത തിരുവനന്തപുരത്തുകാർ വളരെ കുറവാണെന്ന്. കാരണം സത്യം, എവിടെ നിന്നാലും ഫോട്ടോ ചേട്ടാ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കാം എന്ന് പറയുന്ന അത്രയും സിംപ്ലിസിറ്റി ഉള്ള ഒരാളാണ്. അതെ, ഞാൻ പറഞ്ഞു വന്നത് അത് സഞ്ജുവിൻ്റെ സിംപ്ലിസിറ്റിയാണ്. പക്ഷേ സഞ്ജു ഡിസേർവ് ആണ്. അത്രയധികം സ്നേഹിക്കപ്പെടാനും അത്രയധികം ആരാധിക്കപ്പെടാനും അത്രയധികം ആളുകൾ അഡ്മയർ ചെയ്യാനും അദ്ദേഹം യോഗ്യനാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ എന്തുകൊണ്ട് പിന്നീടും ഇത്രയധികം കാലമായിട്ട് 2015 ഇന്ത്യൻ ടീമിൻ്റെ നീല ജേഴ്സി അണിഞ്ഞ് അദ്ദേഹം ക്രീസിൽ നിന്നു. അതിനുശേഷം ഇത്രയും മത്സരം മാത്രമേ കളിച്ചിട്ടുള്ളൂ, 3 അക്കത്തിലേക്ക് എത്തിയിട്ടില്ല. ഇന്ത്യ ഒരു വർഷം 40-50 മത്സരം കളിക്കുന്ന ടീമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ മത്സരങ്ങൾ കളിച്ചിട്ടും എന്തുകൊണ്ട് എത്തിയില്ല എന്നുള്ളത് അതൊരു വിസിബിളായിട്ടുള്ള കാര്യമാണ്. സഞ്ജു ഓരോ നിമിഷവും പ്രൂവ് ചെയ്യണം. ഒരു നിമിഷത്തെ പിഴവിന് അയാൾക്ക് വിലയിടുന്നത്, അയാൾക്ക് നൽകേണ്ടി വരുന്നത് കനത്ത പിഴയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് അടുത്ത മത്സരത്തിലില്ല എന്നുള്ള തരത്തിലാണ്. 1-2 മത്സരം ഫോം ഔട്ട് ആകുന്നതിൻ്റെ പേരിൽ നിരന്തരം അവസരം നിഷേധിക്കപ്പെടുന്ന ഏത് താരമാണ് ഇന്ത്യൻ ടീമിലുള്ളത്? ദേശീയ കാര്യത്തിലേ അത് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പോൾ അതിൻ്റെ ഫൈസലിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ സഞ്ജു 20-ാം വയസ്സിൽ ഇന്ത്യൻ ടീം കളിച്ചിട്ടുണ്ട്. സഞ്ജുവിന് ഇപ്പോൾ 31 വയസ്സായി. 66 മത്സരങ്ങളെ സഞ്ജു കളിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അത് ഭയങ്കരമായ മാത്രമല്ല അദ്ദേഹത്തെ ഈ സ്നേഹം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ മിനിയാന്ന് ചെന്നൈയിൽ ചപ്പോക്കിലെ മത്സരം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്ത് സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് നമ്മൾ ലൈവിനൊക്കെ നിൽക്കുന്ന സമയത്ത് തമിഴൻസിനധികം കണ്ട് പരിചയമില്ലാത്തൊരു മൈക്ക് ഐഡിയ ആണല്ലോ നമ്മുടേത്. അപ്പോൾ ഏത് ചാനലപ്പോൾ റിപ്പോർട്ടറാണ് കേരള സഞ്ജു സാംസൺ, സഞ്ജു ചേട്ടൻ്റെ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് അവർ കാണിക്കുന്ന ഒരു സ്നേഹം, അതായത് സഞ്ജുവിൻ്റെ നാട്ടുകാരനായതുകൊണ്ട് നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹമുണ്ട്. അത് ഭയങ്കരമായിരുന്നു.